ഇന്നലത്തെ ദിവസം നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് ബോബി ചെമ്മണ്ണൂരുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. ഇന്നത്തെ ദിവസവും അദ്ദേഹത്തിന് വളരെ വളരെ നിർണായകമാണ്. ബോബി ചെമ്മണ്ണൂർ ഇന്ന് ജില്ലാ സെഷൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ നൽകും. ഇന്ന് ജാമ്യം ലഭിച്ചില്ലെങ്കിൽ ഇനി 2 ദിവസം കഴിഞ്ഞ ശേഷം മാത്രമേ ജാമ്യത്തിനായി നീക്കം നടത്താൻ ബോബി ചെമ്മണ്ണൂരിന് കഴിയൂ. ഇപ്പൊ ജയിലിലേക്ക് പോകുന്നു. അതല്ല, ഞാൻ ചെയ്തിട്ടില്ല. ചെയ്തില്ലെങ്കിൽ കോടതി ജയിലിലേക്ക് വിടുവോ? ശിക്ഷിച്ചിട്ടില്ലല്ലോ. ജാമ്യം നിഷേധിച്ചിട്ടുള്ളൂ. നാളെ ജില്ലാ കോടതിയിൽ ജാമ്യത്തിന് മൂവ് ചെയ്യുന്നുണ്ട്. എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 2-ൽ നിന്ന് ജാമ്യം ലഭിക്കുമെന്ന ഉറച്ച വിശ്വാസമായിരുന്നു ബോബി ചെമ്മണ്ണൂരിന്. വാദിക്കാൻ മുതിർന്ന അഭിഭാഷകൻ ബി രാമൻപിള്ള എത്തിയിട്ടും ജാമ്യം നിഷേധിച്ചത് ബോബി ചെമ്മണ്ണൂരിന് തിരിച്ചടിയായി. മുൻകൂർ ജാമ്യത്തിനുള്ള നീക്കം പോലും തുടങ്ങും മുൻപ് പഴുതടച്ച് അകത്താക്കിയ പോലീസ് കോടതിയിൽ ജാമ്യം നൽകുന്നതിനെ ശക്തമായി തന്നെ എതിർത്തു. അറസ്റ്റിലായ ശേഷമുള്ള പ്രതിയുടെ പെരുമാറ്റങ്ങൾ നിയമവ്യവസ്ഥയോട് പുല്ലുവില കൽപ്പിക്കുന്നതാണെന്ന് തെളിയിക്കുന്നുവെന്ന് പറഞ്ഞാണ് ജാമ്യാപേക്ഷയെ എതിർത്ത് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയത്. ജാമ്യം നൽകിയാൽ സാക്ഷികളെ സ്വാധീനിക്കാനിടയുണ്ടെന്ന പോലീസ് വാദവും കോടതി അംഗീകരിച്ചു. പ്രോസിക്യൂഷനും ഇന്നലെ കോടതിയിൽ തങ്ങളുടെ ഭാഗം കൃത്യമായി അവതരിപ്പിച്ചു. പോലീസ് വൈദ്യപരിശോധന കൃത്യമായി നടത്തിയില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി സെഷൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിക്കാനാണ് ബോബി ചെമ്മണ്ണൂരിന്റെ നീക്കം. ജില്ലാ കോടതിയിലും ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലെ വാദങ്ങൾ പ്രോസിക്യൂഷൻ ആവർത്തിക്കും. ഇന്ന് ജാമ്യം ലഭിച്ചില്ലെങ്കിൽ 2ാം ശനിയായ നാളെയും ഞായറാഴ്ചയും ഹൈക്കോടതിയെ സമീപിക്കാനാകില്ല. 2 ദിവസം കൂടി ബോബി ചെമ്മണ്ണൂർ ജയിലിൽ കിടക്കേണ്ടിവരും. ഈ സാഹചര്യം ഒഴിവാക്കാനുള്ള തീവ്ര ശ്രമങ്ങളാണ് ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകർ നടത്തുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ജില്ലാ സെഷൻസ് കോടതിയിൽ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ പ്ലാൻ ബിയും ഒരുക്കുന്നുണ്ട് ബോബി ചെമ്മണ്ണൂരിന്റെ സംഘം. ഹൈക്കോടതിയെ സമീപിക്കാനും ബോബി ചെമ്മണ്ണൂർ ശ്രമിക്കുന്നുണ്ട്. ഇന്നലെ രാത്രിയാണ് ബോബിയെ കാക്കനാട്ടെ ജില്ലാ ജയിലിൽ എത്തിച്ചത്. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി. ആജ്ഞ, ഗുഡ് മോർണിംഗ്. ഇന്നലത്തെ ദിവസം മുഴുവൻ നമ്മൾ ബോബി ചെമ്മണ്ണൂരിന്റെ കേസുമായി ബന്ധപ്പെട്ട് കോടതിയിലേക്കാണ് ഉറ്റുനോക്കിയത്. ഇന്നത്തെ ദിവസവും അങ്ങനെ തന്നെയാണ്. ഒരു പ്രത്യേകത, ഇന്നത്തെ ദിവസം ജാമ്യാപേക്ഷയുമായി മുന്നോട്ട് പോയി അതിലൊരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ 2 ദിവസം എന്തായാലും ബോബി ചെമ്മണ്ണൂരിന് ജയിലിൽ കിടക്കേണ്ടി വരും. ബി രാമൻപിള്ളയുടെ നേതൃത്വത്തിലുള്ള അഭിഭാഷക സംഘം എന്തൊക്കെ പ്ലാനുകളാണ് തയ്യാറാക്കുന്നത്? ഗുഡ് മോർണിംഗ് ശ്രീജ. ശ്രീജ സൂചിപ്പിച്ചതുപോലെ ജില്ലാ കോടതിയിലേക്ക്, അതായത് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലേക്ക് ഇന്ന് ജാമ്യ ഹർജിയുമായി മൂവ് ചെയ്യാൻ തന്നെയാണ് ബോബി ചെമ്മണ്ണൂരിന്റെ നിയമസംഘത്തിന്റെ തീരുമാനം. അങ്ങനെ തന്നെയാണ്. ഇന്നലെ അഡ്വക്കേറ്റ് ബി രാമൻപിള്ള ഉൾപ്പെടെയുള്ള സംഘം ഇവിടെ എത്തിയപ്പോഴും ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇതിനെ കണക്കിലെടുക്കുന്നത് എന്നുള്ള ഒരു ആശങ്ക, അതായത് ജാമ്യം നിഷേധിക്കുമെന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ജാമ്യം നിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അതല്ലെങ്കിൽ അത് പ്രതീക്ഷിച്ചിരുന്നില്ല. ഇതേപോലും നമ്മളോട് അഡ്വക്കേറ്റ് ഇതേപോലും നമ്മളോട് പ്രതികരിച്ചിരുന്ന ശുഭാപ്തി വിശ്വാസക്കാരനാണ് എന്ന് തന്നെയാണ്. ആ ശുഭാപ്തി വിശ്വാസം അവസാന മൊമെന്റ് വരെയും ഈ ഒരു സാഹചര്യത്തിൽ കണ്ടിരുന്നു എന്നുള്ളതാണോ വ്യക്തമാകുന്നത്. കാരണം പോലീസും കോടതിയിൽ ബോധ്യപ്പെടുത്തിയിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അറസ്റ്റിലായ ശേഷവും ബോബി ചെമ്മണ്ണൂരിന്റെ ആറ്റിറ്റ്യൂഡ്, അത് മാധ്യമങ്ങളെ കാണുമ്പോഴൊക്കെ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ആവർത്തിക്കുമ്പോഴും അതല്ലെങ്കിൽ എനിക്ക് ഈ കാര്യത്തിൽ ചെയ്ത കാര്യത്തിൽ ലെവലേശം കുറ്റബോധമില്ല എന്ന് വീണ്ടും വീണ്ടും അല്പം ഒരു ധാർഷ്ട്യത്തോടെ തന്നെ ആവർത്തിക്കുമ്പോഴും ഈ ഒരു പ്രശ്നം പോലീസ് അത് കോടതിയെ ചൂണ്ടിക്കാട്ടുകയാണ്. കാരണം നിയമവ്യവസ്ഥയോട് പോലും അങ്ങേയറ്റം പുച്ഛത്തോടെ പെരുമാറുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ്, ഒരു രീതിയാണ്, പെരുമാറ്റ രീതിയാണ് ബോബി ചെമ്മണ്ണൂർ കൈക്കൊള്ളുന്നത് എന്നുള്ള കാര്യം പോലീസ് കോടതിയെ ബോധ്യപ്പെടുത്തിയിരുന്നു. മാത്രമല്ല, ഹണി റോസ് നൽകിയ രഹസ്യമൊഴിയും ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യം നിഷേധിക്കാൻ നിർണായകമായി എന്ന് തന്നെ വേണം പറയാൻ. ഇന്നലെ കോടതിയിൽ നടന്ന വാദത്തിൽ പ്രോസിക്യൂഷൻ വളരെ ശക്തമായി തന്നെയാണ്, നമുക്കറിയാം വളരെ മുതിർന്ന അഭിഭാഷകനാണ്, അല്ലെങ്കിൽ ആ ടീമാണ് രാമൻപിള്ള അസോസിയേറ്റ്സ്. അതേസമയം ഈ മുതിർന്ന അഭിഭാഷകനോടൊപ്പം ശരിക്കും പറഞ്ഞാൽ കട്ടയ്ക്ക് പിടിച്ചു നിൽക്കുകയായിരുന്നു പ്രോസിക്യൂഷൻ. കൃത്യമായ കാര്യങ്ങൾ മുന്നോട്ട് നിരത്തി. BNS ആണ്, IPC അല്ല. BNS 75(1)(4) 2 വകുപ്പുകളും ജാമ്യം നിഷേധിക്കുന്ന തരത്തിലാണ്, അതായത് ജാമ്യം ലഭിക്കുന്ന തരത്തിലുള്ളവയല്ല. അതുപോലെ തന്നെ IT Act 67-ഉം
ഒഫൻസീവായിട്ടുള്ള കോണ്ടന്റുകൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ അത്തരമുള്ള കമൻറ്റുകൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ആക്ട് നിയമമാണ്. അത് പണിഷബിൾ ഒഫൻസ് തന്നെയാണ് എന്ന് ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. മാത്രമല്ല, ഇങ്ങനെ ഒരു സ്ത്രീക്കെതിരെ നടത്തിയിട്ടുള്ള ലൈംഗിക അധിക്ഷേപത്തിൽ കേരളമൊട്ടാകെ അങ്ങനെ ഒരു കേസിലേക്ക് ഉറ്റുനോക്കുമ്പോൾ തന്നെ അത് കേരളത്തിലെ സ്ത്രീകൾ മുഴുവൻ ഇങ്ങനെ ഒരു കേസിലേക്ക് ഉറ്റുനോക്കുമ്പോൾ എല്ലാവർക്കും ഈ കാര്യത്തിൽ, അതായത് ബോബി ചെമ്മണ്ണൂരിൻ്റെ ഇത്തരം വീഡിയോകളോട് തന്നെ എല്ലാവർക്കും വിയോജിപ്പുണ്ടായിരുന്നു, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വിയോജിപ്പുണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടി പ്രോസിക്യൂഷൻ കോടതിയെ ബോധ്യപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ് വ്യക്തം. കാരണം ഇതൊരു മെസ്സേജാണ്. കൃത്യമായും ഒരിക്കലും അവിടെ കൂടി നിന്ന് ആരും ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം ലഭിക്കില്ല എന്ന് വിചാരിച്ചിരുന്നില്ല. ജാമ്യം ലഭിക്കും, പക്ഷെ ഉപാധികളോട് ജാമ്യം ലഭിക്കും എന്നുള്ള ചർച്ച തന്നെയായിരുന്നു. അതിനത് ഒരു ലഞ്ച് ബ്രേക്കിന് ശേഷമാണ് വിധി അതിനുശേഷം പ്രഖ്യാപിക്കുമെന്ന് കോടതി പറഞ്ഞപ്പോഴും ഈ ഒരു ജാമ്യം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് ബോബി ചെമ്മണ്ണൂരോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അഡ്വക്കേറ്റ്സോ പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് തന്നെ വേണം. അതായത് ഇന്നലെ ഉണ്ടായിരുന്ന ജസ്റ്റിസ് അഭിരാമിയാണ് ഇന്നലെ ഈ കേസ് ഹാൻഡിൽ ചെയ്തത്. ആ കോടതിയിൽ നിന്നും ഇങ്ങനൊരു വിധി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് വേണം പറയാൻ. കാരണം ആ സമയത്ത് തന്നെ അദ്ദേഹത്തിന് ദേഹാസ്വസ്ഥ്യമുണ്ടായി, BP ഷൂട്ടൗട്ട് ചെയ്യുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ വളരെ പെട്ടെന്ന് അതുവരെ ഭയങ്കര പ്ലസൻ്റായി അല്ലെങ്കിൽ ഇതിനോട് ഭയങ്കര ഒരു റെസിസ്റ്റൻസ് ആയിട്ട് നിന്നിരുന്ന ബോബി ചെമ്മണ്ണൂർ വളരെ പെട്ടെന്ന് അസുഖബാധിതനായ ആളെ പോലെ പെരുമാറുന്നു, അതല്ലെങ്കിൽ അസുഖബാധിതനാകുന്നു, പെട്ടെന്ന് തളർന്നു പോകുന്നു, ബോധക്ഷയം ഉണ്ടാകുന്നു. കോടതി മുറിയിൽ പിന്നീട് വിശ്രമിച്ച ശേഷമാണ് ഇന്നലെ ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ ശേഷമാണ് പിന്നീട് കാക്കനാട് ജില്ലാ ജയിലിലേക്ക് അദ്ദേഹത്തെ മാറ്റിയത്. ഈ ഒരു സാഹചര്യത്തിനിടയിൽ എപ്പോഴും ബോബി ചെമ്മണ്ണൂരിന്റെ ഫാൻസ് ബഹളവുമായി വരുന്നത് ജുഡീഷ്യറി ആണെങ്കിലും ആരാണെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ എന്ത് ചെയ്യും എന്നുള്ള തരത്തിലുള്ള പ്രതിഷേധങ്ങളൊക്കെ ശക്തമായിരുന്നു. അത് ബോബി ചെമ്മണ്ണൂർ സാധാരണക്കാരനല്ല, നിരവധി ലക്ഷക്കണക്കിന് ആളുകളെ കൈക്കുമ്പിളിൽ കൊണ്ടു നടക്കുന്ന ആളാണ്. അത്തരത്തിലുള്ള, അതായത് ഫാൻസ് അസോസിയേഷന്റെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധമായിരുന്നു ഇന്നലെ ജനറൽ ഹോസ്പിറ്റലിൽ വെച്ച് ബോബി ചെമ്മണ്ണൂരിനെ ജീപ്പിൽ കയറ്റുമ്പോഴുണ്ടായിരുന്നത്. അത് മാധ്യമങ്ങൾക്ക് നേരെയും അവർ പ്രതിഷേധം കാണിച്ചു. മാധ്യമങ്ങളോടും പോലീസിനോടും അവർ ആ പ്രതിഷേധം ശക്തമായി തന്നെ കാണിക്കുകയും ചെയ്തു. ജില്ലാ ജയിലിന്റെ മുന്നിലും ആ ഒരു പ്രൊട്ടസ്റ്റ് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അത്ര വലിയ ഒരു പ്രൊട്ടസ്റ്റ് ഒന്നും അവിടെ ഉണ്ടായില്ല. പക്ഷേ ജനറൽ ഹോസ്പിറ്റലിൽ ഇന്നലെ സംഘർഷത്തിലേക്ക് നീങ്ങുന്ന തരത്തിലേക്കുള്ള പ്രൊട്ടസ്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും ഇന്ന് ജില്ലാ കോടതിയിലേക്ക് പോവുകയാണ്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലേക്ക് ജാമ്യ ഹർജിയുമായി മൂവ് ചെയ്യുന്ന അവരുടെ അഭിഭാഷകരെ അറിയിച്ചു കഴിഞ്ഞു. അതുമാത്രമല്ല, ശ്രീജി സൂചിപ്പിച്ചതല്ലേ, പ്ലാൻ ബിയും ഉണ്ടാകും. കാരണം ഹൈക്കോടതിയിലേക്കും കാരണം മൂവ് ചെയ്യേണ്ട ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. ഹൈക്കോടതിയിലും ജാമ്യ ഹർജിയുമായി മൂവ് ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് ഹർജി അവിടെയും സമർപ്പിക്കും. കാരണം നാളെ സെക്കൻഡ് സാറ്റർഡേ ആണ്, പിന്നെ സൺഡേ ആണ്. ഈ 2 ദിവസം കോടതി അവധിയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് പാളിപ്പോയാൽ ഈ വരുന്ന 2 ദിവസവും കൂടി ബോബി ചെമ്മണ്ണൂരിന് ജയിലിൽ നിലവിലത്തെ സാഹചര്യത്തിൽ ജയിലിൽ കിടക്കേണ്ടുന്ന അവസ്ഥയാണ്. ഇനി തിങ്കളാഴ്ച ജാമ്യം നിഷേധിച്ചാൽ 2 ദിവസം വളരെ നിർണായകമാണ്. ഇന്നത്തെ ദിവസം കോടതിയിൽ നിന്ന് അവരുദ്ദേശിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ നടന്നിട്ടില്ലെങ്കിൽ ഉറപ്പായും നാളെ സെക്കൻഡ് സാറ്റർഡേ, മറ്റന്നാൾ ഞായറാഴ്ച 2 ദിവസം ബോബി ചെമ്മണ്ണൂർ ജയിലിൽ തന്നെ തുടരേണ്ടി വരും. പക്ഷേ അങ്ങനെ ഒരു സ്ഥിതി ഇല്ലാതിരിക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് ബോബി ചെമ്മണ്ണൂരിൻ്റെ സംഘം. ഇടവേളയ്ക്ക്